Savanya Miss ആണ്. അപ്പോൾ ക്ലാസ് 7ലെ ബേസിക് സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കിക്കോ മക്കളെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്തോളൂ, ഈ ഒരു PDF കിട്ടാൻ വേണ്ടി നമ്മളെ ഓണം എക്സാമിന് സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ബാച്ചിൽ എന്ത് ചെയ്തോ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇപ്പം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ദെൻ സെക്കൻഡ് ലിങ്ക് നിങ്ങൾ കണ്ടോ, ഫോർ നോട്ട്സ് അല്ലെങ്കിൽ എന്താ ഫോർ ഓണം എക്സാം സ്പെഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ നോട്ട് ലിങ്ക് കണ്ടോ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ജോയിൻ കമ്മ്യൂണിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മിസ് എന്ത് ചെയ്യാം, ഈ PDF നിങ്ങൾക്ക് അയച്ചു തരാം. റെഡി? അപ്പൊ നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, ഓരോരോ അഗ്രികൾച്ചർ സെക്ടേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, പട്ടുനൂൽ പുഴുവിനെ വളർത്തൽ, റിയറിംഗ് ഓഫ് സിൽക്ക് വേം ആണ് സെറികൾച്ചർ. ഇത് പഠിച്ചു വെക്കുക. അടുത്തത് ഫ്ലോറികൾച്ചർ അല്ലെ. ഫ്ലോറികൾച്ചർ എന്താണ്? യെസ്, പുഷ്പ കൃഷി അല്ലെങ്കിൽ ഗ്രോയിങ് ഫ്ലവേഴ്സ് അല്ലെ, അതായത് പൂന്തോട്ട പരിപാലനം എന്നൊക്കെ പറയാം നമുക്ക്. അടുത്തത് തേർഡ് എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, തേനീച്ച വളർത്തലാണ്, അല്ലെങ്കിൽ എന്താ തേനിന് വേണ്ടിയിട്ട് നമ്മൾ ഹണി ബീന വളർത്തലിനെയാണ് നമ്മൾ എന്ത് പറയാ, എപ്പികൾച്ചർ എന്ന് പറയാം. അടുത്ത ഫോർത്ത് വൺ പിസികൾച്ചർ ആണ്. പിസികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫിഷിനെ വളർത്തുന്നതാണ് നമ്മൾ പിസികൾച്ചർ എന്ന് പറയാ. ദെൻ ഫിഫ്ത്ത് വൺ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ്, കന്നുകാലി വളർത്തൽ. ഇതിൽ പശു വരാം, ആട് വരാം, ബൊഫലോ വരാം, ഒക്കെ വരാം കേട്ടോ. ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് റിയറിംഗ്. അടുത്തത് ആറാമത്തെയാണ് പൗൾട്രി ഫാമിംഗ്. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കോഴീനെ മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ബട്ട് കോഴി മാത്രമല്ല, നിങ്ങൾക്ക് ബേർഡ്സും കൂടി എന്ത് ചെയ്യാം, നമ്മൾ പക്ഷികളും കൂടി പൗൾട്രി ഫാമിങ്ങിലാണ് പെടുക കേട്ടോ. പക്ഷിയും കൂടി പൗൾട്രി ഫാമിങ്ങിലാണ് പെടുക. അടുത്തതോ മഷ്റൂം കൾച്ചർ. യെസ്, ഏഴാമത്തതാണ് മഷ്റൂം കൾച്ചർ. എന്താ മഷ്റൂം വളർത്തൽ അല്ലെങ്കിൽ കൂൺ വളർത്തലിനെയാണ് നമ്മൾ മഷ്റൂം കൾച്ചർ എന്ന് പറയാ. ദെൻ ക്യൂണി കൾച്ചർ, എട്ടാമതാണ് ക്യൂണി കൾച്ചർ, മുയൽ വളർത്തൽ അല്ലെ. എട്ടാമതാണ് മുയൽ വളർത്തൽ. അപ്പൊ എന്ത് ചെയ്തോളാ, പഠിച്ചു വെച്ചോളാ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിന്റെ ഒരു കോഡും കൂടി മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും കോഡ് ക്ലിക്ക് ആവുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞ വീഡിയോ നോക്കിയപ്പോ. അപ്പൊ നമുക്ക് കോഡും കൂടി ഒന്ന് നോക്കാട്ടെ. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പട്ടുനൂൽ വളർത്തലാണ് അല്ലെ, പട്ടുനൂൽ പുഴു. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഓർമ്മിക്കാം? സാരീന്റെ വേറൊരു വേർഡാണ് പട്ട് അല്ലേ. അതായത് സെറികൾച്ചർ പട്ടുനൂൽ പുഴു, അല്ലെങ്കിൽ സിൽക്ക് വേം. രണ്ടാമതാണ് ഫ്ലോറികൾച്ചർ. നിങ്ങൾക്ക് ഈ ഫ്ലോറി എന്ന് പറഞ്ഞ വേർഡ് ഫ്ലവറിലേക്ക് കണക്ട് ചെയ്തൂടെ? ഫ്ലോറി ഫ്ലവർ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത മൂന്നാമതാണ് എപ്പികൾച്ചർ. നമ്മൾ തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ അപ്പോ എന്ന് പറയുമെന്ന് ഓർമ്മിക്കുക. തേനീച്ച കുത്തിക്കഴിഞ്ഞാൽ അപ്പോ എന്ന് പറയുമെന്ന് ഓർമ്മിക്കുക. അടുത്തതാണ് പിസികൾച്ചർ. അതായത് നിങ്ങൾക്ക് ഈ പിസ്സിനെ ഫിഷാക്കി കളക്ട് ചെയ്തൂടെ? പിസ്സിനെ ഫിഷാക്കി കളക്ട് ചെയ്യാം. നെക്സ്റ്റ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. ലൈവായിട്ട് പാല് കറന്നെടുക്കുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ലൈവായിട്ട് പാല് കറന്നെടുക്കുക നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് ഏതൊക്കെയാണ്? കന്നുകാലികളാണ് അല്ലെങ്കിൽ എന്താണ്? കാറ്റിൽസ് ആണെന്ന് ഓർമ്മിക്കുക. ദെൻ പൗൾട്രി ഫാമിംഗ്, കോഴി. പൗൾട്രി എന്താണ്? കോഴി വളർത്തുക. അതിന് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, നിങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് മഷ്റൂം കൾച്ചറിനും കോഡിന്റെ ആവശ്യമില്ല. മഷ്റൂം കൾച്ചർ തന്നെയാണ് മഷ്റൂം വളർത്തൽ, അല്ലെങ്കിൽ മഷ്റൂമിന്റെ മലയാളം കൂണാണ്, കൂണ് വളർത്തലാണ്. ഓക്കെ, അടുത്ത ക്യൂണി കൾച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, അതായത് ക്യൂട്ടാണ്. ആര്? റാബിറ്റ്, അതായത് മുയല് നല്ല ക്യൂട്ടാണ് എന്ന് ഓർമ്മിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഇത് വന്നിട്ടുണ്ടെങ്കിലും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അത്രക്കും ഷുവർ ആയിട്ട് പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. അപ്പോൾ നെക്സ്റ്റ് മിസ് പറയാൻ പോകുന്നത് ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ പറ്റിയാണ്. ഈ ഫാസ്റ്റ് ട്രാക്ക് പേര് പോലെ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ബാച്ചാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ. അതായത് December 31 നമ്മൾ കംപ്ലീറ്റ് സിലബസും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് സബ്ജക്റ്റിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ട് January February നമ്മൾ എന്ത് ചെയ്യും? റിവൈസ് ചെയ്യും. ഈ പഠനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് അറിയാം നിങ്ങൾക്ക്. ഓരോരോ ചാപ്റ്റേഴ്സും റെക്കോർഡഡ് ആയിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓരോരോ റെക്കോർഡ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് ചെക്ക് പോയിന്റ്സ്, അഡാപ്റ്റ് ക്വസ്റ്റ്യൻ, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടാകും. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷനും, ആ ലൈവ് കഴിഞ്ഞ് അന്ന് തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാകും?
രണ്ട് ടൈപ്പ് ഓഫ് എന്തുണ്ടാകും എക്സാംസ് ഉണ്ടാകും. MCQ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മെന്റേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഓരോ സ്റ്റുഡന്റിനും ഓരോ മെന്റേഴ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ നമ്മളെല്ലാവരും ഡിഫറെന്റ് ആണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും പഠനത്തിലുള്ള വേഗതയൊക്കെ ഡിഫറെന്റ് ആണ്. നിങ്ങളെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെ പരിഗണിച്ചുകൊണ്ട് എന്തുണ്ടാകും എന്താ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മക്കളെ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, മുൻകാല ചോദ്യങ്ങളും ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണണം. അതിനു വേണ്ടിയിട്ട് PYQs, എഡീഷണൽ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഇവിടെ അവൈലബിൾ ആണ് വിത്ത് ആൻസർ കീ കേട്ടോ. പിന്നെ ഓണം എക്സാമിന് നമ്മൾ ബാച്ചിലർ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഓണം എക്സാമിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോഡൽ എക്സാം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്തുണ്ടാകും ക്രിസ്മസ് എക്സാമിനും അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനും ഒക്കെ നമുക്ക് മോഡൽ എക്സാം നടത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ മാത്സിനും ഇംഗ്ലീഷിനും ഫൗണ്ടേഷൻ പ്ലസ് USS ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ മറക്കണ്ട, വെറും 2499 ആണ് നമ്മളെ പ്രൈസ്. ഓണം എക്സാമിന്റെ ഓഫർ പ്രൈസ് ആണ് മക്കളെ. ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് എന്ത് ചെയ്യും, പഴയ പ്രൈസിലേക്ക് ഇത് കൂടും കേട്ടോ, കൂടും. അതായത് എന്താ സ്റ്റുഡൻസ് വില്ലായിട്ട് നമ്മൾ പഴയ പ്രൈസിലേക്ക് തന്നെ എന്ത് ചെയ്യാം, യെസ് കൂട്ടുകയാണ് ചെയ്യുക. അപ്പം മറന്നുകൊണ്ട ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഫസ്റ്റ് ലിങ്ക് കണ്ടോ, ജോയിൻ അവർ സൂപ്പർ ബാച്ച്, അല്ലെങ്കിൽ ജോയിൻ അവർ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറഞ്ഞ ലിങ്ക് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളെ പേര്, ക്ലാസ്, നിങ്ങളെ ഡിവിഷൻ കൊടുക്കുക, ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. പ്രഡിക്ഷൻ പക്കാ സെറ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, യെസ് സെറ്റ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്തോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.